നഷ്ടപ്പെട്ട പാലക്കാട് നഗരത്തിലെ നിരവധി കുടുംബങ്ങൾ പെരുവഴിയിലായി. കഞ്ചിക്കോട്ടെ അപ്ന നഗറിൽ നിന്നും ഇറക്കിവിട്ടതോടെ നിരവധി കുടുംബങ്ങൾ പ്രയാസം അനുഭവിക്കുകയാണ്. എല്ലാം നഷ്ടപ്പെട്ട ഇവരുടെ ദുരിതമാണ് ഇന്ന് കവല ചർച്ച ചെയ്യുന്നത്. പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയവും മാതൃകാപരവുമായിരുന്നു പാലക്കാട് കഞ്ചിക്കോടുള്ള അപ്ന നഗർ. ഈ അപ്ന നഗറിലുള്ള ആളുകൾക്ക് അവരുടെ വീട് ലഭിക്കുന്നത് വരെ അവിടെ താമസിക്കാൻ അനുവദിക്കുമെന്നായിരുന്നു മന്ത്രി AK ബാലനും ജില്ലാ കളക്ടറും ഉൾപ്പെടെയുള്ള ആളുകൾ അവർക്ക് ഉറപ്പ് നൽകിയിരുന്നത്. എന്നാൽ ഈ ആളുകൾ അവരുടെ ആ കഞ്ചിക്കോട്ടെ അപ്ന നഗറിൽ നിന്നും അവർ ഇപ്പോൾ കുടിയിറക്കപ്പെട്ട ഒരവസ്ഥയിലാണ്. ഇപ്പോൾ വീടും അവർക്കുള്ള എല്ലാ സമ്പാദ്യങ്ങളും നഷ്ടപ്പെട്ട ആളുകൾ ഇപ്പോൾ ഏറെക്കുറെ ഒന്നുമില്ലാത്ത ഒരവസ്ഥയിലാണ്. ആ ആളുകൾ തന്നെ അവരുടെ പ്രയാസങ്ങൾ പറയും. നിങ്ങൾക്ക് ഈ പ്രളയം ബാധിച്ച സമയത്ത് നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളോടും കൂടി തന്നെയാണ് അങ്ങോട്ട് മാറ്റിയിരുന്നത്. ഇപ്പോഴത്തെ ഒരവസ്ഥ ഇപ്പോഴത്തെ ഒരു അവസ്ഥ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇരിക്കാൻ വീടില്ല, വാടകയ്ക്ക് പോകാനുള്ള കഴിവില്ല. അവിടെ നിന്ന് അവർ വന്നിട്ട് അവിടെ താമസിക്കാൻ പറഞ്ഞിട്ട് കാലം നിങ്ങൾക്ക് ഒരു ഇതാകണ വരെ ഞങ്ങൾ അവിടെ ഇരുത്താൻ പറഞ്ഞു. അവിടെ ഇപ്പം അവർ പറയുന്നത് 16-ാം തീയതിൻ്റെ ഉള്ളിൽ അവിടെ നിന്ന് ഇറങ്ങണം പറഞ്ഞു. ഇറങ്ങി പറഞ്ഞാൽ ഞങ്ങൾ അവിടെ ഇരിക്കും. പെരുവഴിയിലോ ഞങ്ങൾക്ക് ഇരിക്കാനുള്ള ഒരു സ്ഥലമില്ല, ഞങ്ങൾക്ക് വാടകയ്ക്ക് പോകാനുള്ള അതിനുള്ള വഴിയില്ല. അന്നന്ന് സമ്പാദിച്ചിട്ട് അന്നന്ന് കഴിഞ്ഞു പോണ ജീവിതം കഴിഞ്ഞു പോണ ആൾക്കാരാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് വാടക കൊടുക്കാനുള്ള ഒരു വഴി ഞങ്ങൾക്കില്ല. അപ്പം ഞങ്ങൾക്ക് അതിനുള്ള ഗവൺമെൻറ് ഒരു ഇത് കാണിച്ച് തന്നേ തീരണം. അവരാദ്യം നിങ്ങളോട് അവിടെ നിന്ന് പിന്നെ കുറച്ചു കാലം താമസിക്കാമെന്ന് പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് വീടാവുന്നവരെ. ഇപ്പോൾ ഇറങ്ങുമ്പോൾ എന്താണ് പറഞ്ഞത്? ഇറങ്ങുമ്പോൾ എന്താ പറഞ്ഞു അവസാനമായി എന്താണ് അവസാനമായിട്ട് എന്താ പറഞ്ഞത്? അവസാനമായിട്ട് പറഞ്ഞത് നിങ്ങൾക്ക് 16-ാം തീയതി വരെയുള്ള സീറ്റേ ഉള്ളൂ, 16-ാം തീയതി കഴിഞ്ഞ് നിങ്ങൾ ഇറങ്ങേണ്ടി വരും. അപ്പം ഞങ്ങൾ ചോദിച്ചത് എവിടേക്ക് ഇറങ്ങി പോകേണ്ടത് ചോദിച്ചു. ഞങ്ങൾക്ക് വീടില്ല, ഞങ്ങൾക്ക് സംവിധാനം വേറെ ഒന്നും ഇല്ലെങ്കിൽ ഞങ്ങൾക്കൊരു വീട് വേണം പറഞ്ഞു. അതില്ലാതെ ഞങ്ങൾ പാദച്ചാലിൽ പോയി കിടക്കാൻ പറ്റുമോ ചോദിച്ചു. അപ്പോൾ പാദച്ചാലിൽ കിടന്നാലും എന്ത് ചെയ്താലും നിങ്ങൾ മക്കളുടെ അവിടേക്കും മരുമക്കന്മാരുടെ അവിടേക്കൊക്കെ പോയി താമസിക്കാൻ പറഞ്ഞു. അത് ഞങ്ങൾക്ക് സൗകര്യമില്ല, പാദച്ചാലിൽ പോയി കിടന്നാലും ഞങ്ങളുടെ മക്കളുടെ അവിടേക്ക് ഞങ്ങൾ പോവില്ല എന്ന് ഞങ്ങൾ പറഞ്ഞതാണ്. പക്ഷേ നിങ്ങൾക്കായിട്ട് ഒരു വീട് കാണണമെന്നുണ്ടെങ്കിൽ അത് എപ്പോഴാണ് കിട്ടുന്നത് നിങ്ങൾ അറിയില്ല. പക്ഷേ ഞങ്ങൾ 16-ാം തീയതി ഇതിൻ്റെ ഉള്ളിൽ പോയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കുടിവെള്ളം അടക്കം മുടക്കുവാകും, ഭക്ഷണം ഉണ്ടായില്ല. അത് തിരിച്ച് ചോദിച്ച മറുപടി എനിക്ക് പാത റോട്ട് വക്കിലെങ്കിലും പൈപ്പ് ഉണ്ടെങ്കിൽ ഞങ്ങൾ വെച്ച് കുടിച്ചിരിക്കാമെന്ന്. അപ്പോഴും അവർ സമ്മതിച്ചില്ല, അതിന് പറ്റില്ല പറഞ്ഞു. ഇത് ആരാണ് പറയുന്നത്? ഏത് ഉദ്യോഗസ്ഥരാണ്? ഉദ്യോഗസ്ഥർ പറഞ്ഞാൽ അവിടുത്തെ ചെയർമാനും അവരും ഇവരൊക്കെ പറയുന്നുണ്ട്, മറ്റുള്ള റവന്യൂ ഇതൊക്കെയാണ് പറയുന്നത്. പക്ഷെ വേറെ ആരൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ ആൾക്കാരും വന്നിട്ടില്ല അന്ന് അവിടെ. അവർക്ക് നിങ്ങൾക്ക് ആദ്യ ദിവസങ്ങളിലൊക്കെ കൃത്യമായിട്ട് ഭക്ഷണം ലഭിച്ചിരുന്നു? ഇന്ന് ഭക്ഷണവും മറ്റു കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കിട്ടിയിരുന്നല്ലോ? 2 ആഴ്ചയൊക്കെ 2-3 ആഴ്ചയൊക്കെ എല്ലാം കൊടുത്തിരിക്കണേ. ഞങ്ങൾ വന്ന് 2-3 ആഴ്ചയായി ഇവിടെ വന്നിട്ട് കുട്ടികൾക്ക് മദ്രസ സ്കൂൾക്കൊക്കെ പോകണം പറഞ്ഞ് ഒരു റൂം വാടകയ്ക്ക് എടുത്ത് കൊടുക്കാനൊന്നും സാധിക്കില്ല. തൽക്കാലം ഇങ്ങനെ ഇരിക്കുക പറഞ്ഞിട്ട് ആ വീട്ടിൽ പോയി ഇരിക്കുകയാണ്. മക്കൾക്കൊന്നും വരുമാനം കുറവ്. നിങ്ങൾ പിന്നെ കലക്ടറെയോ മറ്റു ഉദ്യോഗസ്ഥരെയോ ഒക്കെ കണ്ടിരുന്നോ? എല്ലാവരും അവിടെ വന്നിരുന്നു. എല്ലാവരുടെ അടുത്തും ഞങ്ങളുടെ സങ്കടങ്ങളൊക്കെ ബോധിപ്പിച്ചിട്ടുണ്ട്. ഞാൻ അവിടെ ഇരുന്നപ്പോൾ പച്ചരിയായിരുന്നു ഭക്ഷണം ഉണ്ടായിരുന്നത്. അപ്പോൾ അതെനിക്ക് വയറ്റിന് പറ്റിയില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ എൻ്റെ ഇതിൽ തന്നെ ഷെഡ് വെച്ചിട്ട് അവിടെ താമസിക്കുകയാണ്. ഞാൻ ഒരു ഗർഭിണിയല്ലേ, അപ്പോൾ എനിക്ക് പറ്റില്ല ഭക്ഷണം. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു. പിന്നെ എൻ്റെ അവസ്ഥയൊക്കെ ബാക്കിയുള്ള അവസ്ഥയൊക്കെ അവർ ഇരുന്നവർക്കേ അറിയുള്ളൂ. എന്താ നിങ്ങളിപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാം ലഭിച്ചു. ഇപ്പോൾ അവസാനമായിട്ട് ഇങ്ങോട്ട് ഇറങ്ങുന്ന സമയത്ത് അവരെന്തെങ്കിലും ഉറപ്പ് തന്നിട്ടുണ്ടോ നിങ്ങൾക്ക് വീട് തരാമെന്ന് എന്തെങ്കിലും? ഞങ്ങൾ വന്നിട്ട് ഇവിടുന്ന് കുറച്ച് ആൾക്കാർ കലക്ടറിനായിട്ട് സിയാ ബുക്കാനെയും വിളിച്ചിട്ട് ഞങ്ങൾ കലക്ടറിൻ്റെ അടുത്തേക്ക് പോയി. ഞങ്ങൾ 16-ാം തീയതി ഇറങ്ങണം പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു 16-ാം തീയതി അന്യ സംസ്ഥാനത്തെ ആൾക്കാർ അവിടെ ഹിന്ദിക്കാർ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും രാവിലെ ജോലിക്ക് വന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ, ഞങ്ങൾ എങ്ങനെയാണ് അവിടെ ഇരിക്കുക സാർ. അപ്പോൾ കലക്ടർ പറഞ്ഞത് എന്താ പറയട്ടെ, നിങ്ങൾ ഇപ്പോൾ ഇറങ്ങണ്ട, നിങ്ങൾ അവിടെ ഇരുന്നോളി എന്നാണ് അപ്പോഴും പറഞ്ഞത് കലക്ടർ. പക്ഷെ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങണം പറയുമ്പോൾ ഞങ്ങൾ എന്താ സാറാ ചെയ്യുക? അതിനൊരു മാർഗ്ഗം ഞങ്ങൾക്ക് കാണിച്ചു തന്നെ തീരണം. എന്താണ് നിങ്ങൾ അവിടെ താമസിച്ചിരുന്ന പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതാണോ? ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ആ ബന്ധുവിൻ്റെ വീട്ടിൽ നിന്നാൽ മതി പറഞ്ഞ ചെറിയ കുട്ടികളുള്ളതാണ്, അത് കാരണം ബന്ധുവിൻ്റെ വീട്ടിലായിരുന്നു. എന്തായാലും ഒരു കൃത്യമായി ഇവർക്ക് വീട് ഇപ്പോൾ ഈ പ്രളയത്തിൽ തകർന്ന ഒരു വീടാണ് ഈ കാണുന്നത്. ഇതുപോലെ നിരവധി വീടുകൾ തകർന്ന ആളുകളാണ്. അവർക്ക് സർക്കാർ നൽകിയ ജില്ലാ ഭരണകൂടം നൽകിയ ഉറപ്പാണ് ഇപ്പോൾ ലംഘിക്കപ്പെട്ടിരിക്കുന്നത്. ഇവർക്ക് കൃത്യമായ ഒരു പുനരധിവാസം നടത്തിയില്ലെങ്കിൽ വലിയ പ്രയാസമാണ് ഇവർ അനുഭവിക്കുക.